Hi friends, TechCorner Malayalam channel-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് TechCorner-ൽ പറയുന്നത് ഒരു MSB യെക്കുറിച്ചും MSB-യുടെ SLD യെക്കുറിച്ചാണ്. അതിനൊക്കെ മുമ്പായിട്ട് SLD എന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം. SLD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ലൈൻ ഡയഗ്രാം. അതായത് ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റം ഡിസൈനെ നമ്മളൊരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിനെ ഒരു സിംഗിൾ ലൈൻ ഡയഗ്രമായിട്ട് ഒരു ഒറ്റ ലൈൻ ഡയഗ്രമായിട്ട് വരച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് SLD എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ SLD ഒരു സിമ്പിൾ ഡിസൈനാണ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന SLDക്കകത്തല്ല ഒരു സിസ്റ്റം ഡിസൈനകത്ത് യൂസ് ചെയ്യുന്ന കംപ്ലീറ്റ് കമ്പോണൻസും SLD നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. കേബിൾ സൈസ്, എർത്തിങ്, അതേപോലെ യൂസ് ചെയ്യുന്ന സ്വിച്ച് ഗിയേഴ്സ്, ട്രാൻസ്ഫോമർ റേറ്റിംഗ്സ്, ഇതെല്ലാം നമ്മൾ അതിനകത്ത് ഉൾക്കൊള്ളിക്കും. അപ്പോൾ ഒരു SLD നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സിസ്റ്റം വർക്ക് ചെയ്യുന്ന എങ്ങനെ, അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളെല്ലാം നമുക്കറിയാൻ സാധിക്കും. ഏകദേശം ഒരു 200 kW താഴെ ലോഡ് വരുന്ന ഒരു സിസ്റ്റത്തിൻ്റെ SLD ആണിത്. നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും ഈ പോർഷൻ, ഈ ഡോട്ടർ ലൈനിൽ കാണിച്ചിരിക്കുന്ന ഈ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DG പോർഷനാണ്. DGയുടെ ഉത്ഭാഗമാണിത്, അതായത് ജനറേറ്ററിൻ്റെ ഉത്ഭാഗമാണിത്. ഈ താഴെ കാണിച്ചിരിക്കുന്ന ഡോട്ടർ ലൈൻ കാണിക്കുന്ന പോർഷൻ്റെ ഉൾവശമാണ് MSB എന്ന് പറയുന്നത്. MSB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം മെയിൻ സ്വിച്ച് ബോർഡ്. MSB എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ കാണുന്ന ഒരു DBകളുടെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് വേർഷനാണ്. മെയിനായിട്ട് MSB യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ചിങ് പർപ്പസിന് വേണ്ടിയാണ്. നമ്മൾ മെയിനായിട്ട് ഒരു MSB ഡിസൈൻ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 കാര്യങ്ങൾക്ക് വേണ്ടി. അതിൽ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിക്കേഷൻ. അതായത് നമുക്ക് ഇപ്പം സപ്ലൈ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഉള്ളൊരു ഇൻഡിക്കേഷൻ. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്ററിങ്. അതായത് വന്ന സപ്ലൈ അളക്കുക. അത് കറണ്ടായിട്ടും വോൾട്ടേജ് ആയിട്ടും അത് അളക്കുന്നതിനാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതിൻ്റെ ആ സപ്ലൈയുടെ അളവിനെയാണ് മീറ്ററിങ് എന്ന് പറയുന്നത്. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ആൻഡ് ട്രിപ്പിംഗ്. അതായത് വന്നിരിക്കുന്ന സപ്ലൈയിൽ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, എറേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ലീക്കേജ് ഉണ്ട്, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ട്രിപ്പ് ചെയ്ത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നാണ് നെക്സ്റ്റ് ഉള്ളത്. അതിൻ്റെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ചിങ്. അതായത് നമുക്ക് സ്വിച്ച് ചെയ്ത് വേറെ ഫീഡറിലേക്ക് കൊടുക്കുന്നതിനാണ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യം മോണിറ്ററിങ്. മോണിറ്ററിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് RYB, അതായത് 3 ഫേസിലുള്ള ഇൻഡിക്കേറ്ററാണിത്. അതായത് 3 ഫേസും ഉണ്ടോ, നമ്മളൊരു 3 ഫേസ് കണക്ഷൻ ആയതുകൊണ്ട് 3 ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നു. സിംഗിൾ ഫേസ് ആണെങ്കിൽ നമുക്ക് ഒറ്റ ഇൻഡിക്കേറ്ററെ കാണത്തുള്ളൂ. ഈ 3 ഇൻഡിക്കേറ്ററും ഓൺ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഈ 3 ലൈറ്റ് ഓൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 ഫേസ് എത്തിയിട്ടുണ്ടെന്നാണ് പറയാൻ സാധിക്കും. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്ററിങ്. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു MFM ആണ്, അതായത് മൾട്ടി ഫംഗ്ഷൻ മീറ്ററിങ് ആണ്. ഇതിനകത്ത് നമുക്ക് വോൾട്ടേജ് മെഷർ ചെയ്യാം, കറണ്ട് മെഷർ ചെയ്യാം, നമ്മുടെ ഹെഡ്സ് അതായത് നമ്മുടെ ഫ്രീക്വൻസി മെഷർ ചെയ്യാം, അതുപോലെ നമ്മുടെ പവർ ഫാക്ടർ cos φ മെഷർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഇതും കഴിഞ്ഞു, മീറ്ററിങ് കഴിഞ്ഞു. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊട്ടക്ഷനെ കുറിച്ചാണ്. CCTVയിൽ നമുക്ക് ഓവർലോഡ് പ്രൊട്ടക്ഷനും ഷോർട്ട് സർക്യൂട്ട് കറണ്ട് പ്രൊട്ടക്ഷനും നമുക്ക് ഇതിനകത്ത് ലഭിക്കും. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എർത്ത് ഫോൾട്ട് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിലേ ആണ്. നമ്മളതിനിവിടെ നോർമലി നമ്മുടെ ഒരു DBകളിൽ നമ്മൾ RCCBക്കാണ് പ്ലേസ് ചെയ്യുന്നത്. നമുക്കിങ്ങനെ ഇവിടെ RCCB ഇത്രയും ഒരു ഹൈ വോൾട്ടേജിന് പ്ലേസ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ ഒരു ലോ സെറ്റ് എർത്ത് ഫാൾട്ടിൽ ഇവിടെ കണക്ട് ചെയ്യുന്നു. 51G എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് അതാണ്. അത് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ന്യൂട്രൽ, അതായത് ട്രാൻസ്ഫോമറിൻ്റെ ന്യൂട്രലിന് ഒരു CT കണക്ട് ചെയ്ത് അവിടെ നിന്നാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. എന്തിനാണ് നമ്മൾ ന്യൂട്രൽ കണക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു നോർമലി ഉള്ള ഒരു സിസ്റ്റത്തിൽ ന്യൂട്രൽ കറണ്ട് എപ്പോഴും 0 ആയിരിക്കും. ആ സിസ്റ്റത്തിന് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ ന്യൂട്രൽ കറണ്ടിന് വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ന്യൂട്രൽ കറണ്ടിന് എന്തെങ്കിലും വ്യത്യാസം വന്നു, അതായത് സിസ്റ്റത്തിന് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ട്, അപ്പോൾ ന്യൂട്രൽ കറണ്ടിന് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഈ സപ്ലൈ ഇവിടെ കൊടുത്ത് 51G ആക്ടിവേറ്റ് ആയി നേരെ ഈ MCCB ട്രിപ്പ് ആവും. ഈ 51G എന്ന് പറയുന്ന ഈ എർത്ത് ഫാൾട്ട് റിലേയെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ. ഇമ്പോർട്ടൻ്റ് പോയിട്ടെന്ന് പറയുന്നത് സ്വിച്ചിങ് ആണ്. അതായത് സ്വിച്ചിങ്, നമ്മൾ ഈ വന്നിരിക്കുന്ന സപ്ലൈ നമ്മൾ ഫസ്റ്റ് അതിനെ മോണിറ്റർ ചെയ്തു, അതിനെ മെഷർ ചെയ്തു, പിന്നെ നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ഡിവൈസ് വെച്ചു. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നിരിക്കുന്ന സപ്ലൈ നമ്മൾ സ്വിച്ച് ചെയ്ത് സെപ്പറേറ്റ് ഫീഡറിലേക്ക് കൊടുക്കുക. നമ്മൾ SSB1, SSB2 അല്ലെങ്കിൽ ഓരോ ഫയർ പമ്പ് അങ്ങനെ നമ്മൾ സ്വിച്ച് ചെയ്ത് കൊടുക്കും. ഇത്രയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു MSBയുടെ ഒരു SLDയിൽ പറയാനുള്ളത്. ഇനിയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ SLD വെച്ചിട്ട് എങ്ങനെയാണ് കറണ്ട് ഫ്ലോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു MSBയുടെ ടോട്ടൽ വർക്കിംഗ് എന്ന് നമുക്ക് MSBയുടെ ടോപ്പ് മുതൽ ബോട്ടം വരെയുള്ള കറണ്ട് ഫ്ലോ അനുസരിച്ചിട്ട് ഉള്ളൊരു എക്സ്പ്ലനേഷനാണ് നമുക്കിന്ന് നോക്കാൻ പോകുന്നത്. ഈ പിക്ചറിൽ അല്ലെങ്കിൽ ഈ SLD കാണിച്ചിരിക്കുന്ന MSB എന്ന് പറയുന്ന ഒരു AMF പാനലാണ്. അത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് AMF പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 സപ്ലൈ ഉണ്ടാവും. ഈ കാണിച്ചിരിക്കുന്ന പോലെ ഒരു DG സപ്ലൈ ഉണ്ടാവും, പിന്നെ നമുക്ക് അതേപോലെ തന്നെ ഒരു EB സപ്ലൈ വയ ട്രാൻസ്ഫോമറോ അങ്ങനെ ഒരു സപ്ലൈയും കൂടെ നമുക്കുണ്ടാവും. ഈ 2 സപ്ലൈയെ ക്ലബ് ചെയ്ത്
നമുക്ക് ആവശ്യാനുസരണം തരുന്നതിനാണ് നമ്മൾ AMF പാനൽ എന്ന് പറയുന്നത്. പാനലിൽ 2 സപ്ലൈയും കൂടെ ക്ലബ് ചെയ്ത് നമുക്ക് ആവശ്യാനുസരണം ലഭിക്കണമെന്നുണ്ടെങ്കിൽ AMF പാനലിൽ ഉള്ള വേണ്ട ഒരു ഡിവൈസാണ് AMF റിലേ. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ട്രാൻസ്ഫോമറിൽ ഒരു EB സപ്ലൈയിൽ നിന്ന് ട്രാൻസ്ഫോമറിൽ നിന്ന് ഒരു EB സപ്ലൈ നേരെ വന്നു, അത് നമ്മൾ മോണിറ്റർ ചെയ്തു, ദെൻ അതിനെ നമ്മൾ മെഷർ ചെയ്തു. ആ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്, ഇവിടെ ഒരു മൾട്ടി ഫംഗ്ഷൻ മീറ്ററും കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു വോൾട്ട് മീറ്ററും ഒരു അമ്മീറ്ററും കൊടുത്തിട്ടുണ്ട്. മൾട്ടി ഫംഗ്ഷൻ മീറ്റർ തന്നെ നമുക്ക് വോൾട്ടേജും കറണ്ടും അളക്കാമല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് വീണ്ടും ഒരു വോൾട്ട് മീറ്ററും അമ്മീറ്ററും കൊടുത്തിരിക്കുന്നുള്ള എല്ലാവർക്കും ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് വന്ന് നോക്കുമ്പോൾ ഈ മൾട്ടി ഫംഗ്ഷൻ മീറ്ററിൽ നമുക്ക് ഓരോ ബട്ടൺസ് ഉണ്ട്, ആ ബട്ടൺ പ്രസ് ചെയ്താലേ ഉള്ളൂ. ഓരോ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് വോൾട്ടേജ് കിട്ടും, നെക്സ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കറണ്ട് കിട്ടും, പിന്നെ അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഹെഡ്സ് വാല്യൂ, ആ കോസ്വയുടെ വാല്യൂ ഒക്കെ കിട്ടും. അപ്പം നമുക്ക് പെട്ടെന്ന് വന്ന് നോക്കുമ്പം ഒരാൾക്ക്, ഒരു ടെക്നീഷ്യനോ അല്ലെങ്കിൽ ഒരു ആൾക്ക് വന്നിട്ട് പെട്ടെന്ന് വന്ന് വോൾട്ടേജോ കറണ്ടോ അറിയണമെന്നുണ്ടെങ്കിൽ ഈ മൾട്ടി ഫംഗ്ഷൻ മീറ്റർ ബുദ്ധിമുട്ടായിരിക്കും. അതിനു വേണ്ടിയാണ് നമ്മൾ സെപ്പറേറ്റ് 3 അമ്മീറ്ററും ഒരു ഡിജിറ്റൽ വോൾട്ട് മീറ്റർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ദെൻ നമ്മൾ വോൾട്ടേജ് മെഷർ ചെയ്തു, പിന്നെ അടുത്ത് വന്ന് പ്രൊട്ടക്ഷനാണ്. ഈ സെയിം, അതായത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു MSBയുടെ ഉള്ളിലുള്ള ഒരു മൊഡ്യൂളാണ്. ഈ സെയിം സാധനം തന്നെ നമുക്ക് ഇവിടെ ഉണ്ട്. നമ്മൾ ഇത്രയും പറഞ്ഞത് EB സൈഡാണ്. EB സൈഡിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഈ കമ്പോണൻസ് എല്ലാം തന്നെ നമുക്ക് DG സൈഡിൽ ആവശ്യമായിട്ടുണ്ട്. പക്ഷേ നമ്മളിവിടെ നോക്കുമ്പം ശ്രദ്ധിച്ചാൽ സാധിക്കും, കമ്പോണൻസ് വളരെ കുറവായിട്ട് തോന്നും. നല്ലൊരു കമ്പനിയുടെ DG, ആ കമ്പോണൻസ്, ഇതേ കമ്പോണൻസ് എല്ലാം തന്നെ DG സൈഡിൽ ഇൻബിൽട്ടായിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം ഈ സെയിം കമ്പോണൻസ് നമ്മൾ 2 സൈഡിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ആ സൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. DG സൈഡിലെ കമ്പോണൻസ് ഉള്ള സ്ഥിതിക്ക് നമുക്കിനി ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DG സൈഡിൽ നിന്ന് വരുന്ന സപ്ലൈ ഉണ്ടെങ്കിൽ അതിൻ്റെ മീറ്ററിങ്, അത്രയും ആണ് ഇവിടെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DG സൈഡിൽ നിന്ന്, അതായത് പാനലിനകത്ത് MSB പാനലിനകത്ത് ഉള്ളിൽ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DG സൈഡിൽ നിന്ന് വരുന്ന സപ്ലൈ കട്ട് ഓഫ് ചെയ്യാൻ വേണ്ടി ഉള്ളൊരു MCCB ആണ്. അതാണ് ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ഈ AMF റിലേ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പം ഇത് EB സപ്ലൈ ആണ്. ഈ EB സപ്ലൈയിൽ നിന്ന് നേരെ കണക്ഷൻ നമ്മുടെ സപ്ലൈ ഇവിടം വരെ എത്തി, അതായത് ഈ MCCB പോർഷൻ വരെ എത്തി. ഈ MCCB പോർഷൻ വരെ എത്തിയതിന് ശേഷം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, EBയും DGയും സപ്ലൈ ഉണ്ടെങ്കിൽ EB സപ്ലൈ ആണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ AMF റിലേയിൽ നിന്ന് ഒരു പൾസ് പോയി ഈ കോൺടാക്ടർ ഓൺ ആക്കും. ഈ കോൺടാക്ടർ ഓൺ ആക്കുന്നതോടൊപ്പം തന്നെ ഈ DG സൈഡിലെ കോൺടാക്ടർ ഓഫ് ആക്കാൻ ഒരു പൾസ് കൊടുക്കുകയും ചെയ്യും. ഈ സൈഡിലെ കോൺടാക്ടർ പിടിച്ച് ഈ EB സപ്ലൈ ഡയറക്റ്റ് ആയിട്ട് വന്ന് ഈ ബസ് ബാറിലേക്ക് വരികയും ഈ ബസ് ബാറിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഓരോ സ്വിച്ചസിലേക്ക് സപ്ലൈ എത്തുകയും ചെയ്യും. ദെൻ EB സപ്ലൈ നമുക്ക് ഓഫായി പോയെന്ന് വിചാരിക്കുക. EB സപ്ലൈ ഓഫായി പോയെങ്കിൽ ഇവിടുന്ന് ഒരു പൾസ് AMF റിലേയെ അറിയിക്കും, EB സപ്ലൈ ഓഫായെന്നറിയിക്കും. അപ്പോൾ ഈ AMF റിലേയിൽ നിന്ന് നെക്സ്റ്റ് ഒരു പൾസ് ഓണായി ജനറേറ്റർ നമ്മൾ DG ഓണായി നേരെ ആ സപ്ലൈ നമുക്ക് ഈ കോൺടാക്ടർ വഴി, ഈ കോൺടാക്ടർ അപ്പോൾ ഇവിടുത്തെ കോൺടാക്ടർ ഓഫ് ആകുകയും നമ്മുടെ DG സൈഡിലെ കോൺടാക്ടർ ഓൺ ആകുകയും ചെയ്യും. ഓണായി നമുക്ക് ഈ ബസ് ബാർ വഴി സപ്ലൈ ലഭിക്കുകയും ചെയ്യും. ഇനി നമുക്ക് പറയാനുള്ളത് APFC പാനലുകളെ കുറിച്ചാണ്. APFC പാനൽ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് പവർ ഫാക്ടർ കറക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പം പവർ ക്വാളിറ്റി ഇഷ്യൂസ് നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ APFC പാനൽ യൂസ് ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. നമുക്ക് DG സപ്ലൈയും EB സപ്ലൈയും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ DG സപ്ലൈയിൽ പവർ ക്വാളിറ്റി ഇഷ്യൂസ് കുറവായിരിക്കും. കാരണം നമ്മളായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പവറാണത്, അതുകൊണ്ട് നമുക്ക് അതിനകത്ത് പവർ ക്വാളിറ്റി ഇഷ്യൂസ് കുറവായിരിക്കും. EB സപ്ലൈയിലാണ് പവർ ക്വാളിറ്റി ഇഷ്യൂസ് വരാൻ കൂടുതലായിട്ടും സാധ്യത. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ APFC പാനലിലേക്ക് വരേണ്ട ഒരു ഫീഡ്ബാക്ക് നമ്മൾ എടുക്കുന്നത് EB സൈഡിൽ നിന്നാണ്. EB സൈഡിൽ നമ്മളൊരു CT, ഒരു കറണ്ട് ട്രാൻസ്ഫോമർ പ്ലേസ് ചെയ്ത് അതിൽ നിന്നാണ് ഫീഡ്ബാക്ക് എടുത്ത് നമ്മൾ APFC പാനലിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ പവർ ക്വാളിറ്റി ഇഷ്യൂസ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ CT അത് ഡിറ്റക്റ്റ് ചെയ്ത് APFC പാനലിലേക്ക് വേണ്ട കൺട്രോൾ പൾസ് കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് ആ APFC പാനലിൽ നിന്ന് നമുക്ക് പവർ ക്വാളിറ്റി ഇഷ്യൂസ് റിമൂവ് ചെയ്യാൻ സാധിക്കും. നോർമലായിട്ടുള്ള ഒരു സിസ്റ്റം ഡിസൈനിൻ്റെ ഒരു SLD ആണ്. ഇനിയും ഇതിന് കൂടുതൽ ലോഡുള്ള സിസ്റ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ കമ്പോണൻസിന് കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നേ ഉള്ളൂ. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനും പിന്നെ അതിൻ്റെ റേറ്റിംഗ് അതിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാകും എന്നല്ലാതെ വർക്കിംഗ് ഏകദേശം ഇതൊക്കെ തന്നെയാണ്.
വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അതായത് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന MCCBക്ക് പകരം റേറ്റിംഗ് കൂടുന്ന സമയത്ത് VCBയോ ACBയോ ഒക്കെ ആവും. അതേപോലെ തന്നെ നമ്മളിവിടെ കോൺട്രാക്ടർ യൂസ് ചെയ്തിരിക്കുന്നത്, അതായത് നമ്മുടെ AMF റിലേ കണക്ട് ചെയ്തിരിക്കുന്ന കോൺട്രാക്ടർ യൂസ് ചെയ്തിരിക്കുന്നിടത്ത് നമ്മൾ ബസ് കപ്ലർ യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു ചേഞ്ചുകൾ വരാൻ സാധ്യതയുണ്ടെന്നല്ലാതെ വർക്കിംഗ് ഏകദേശം ഇതൊക്കെ തന്നെയാണ്. SLD പറ്റിയുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.